Good morning. Good morning, ma'am. Good morning, all. Good morning. So, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം തന്നെ എന്താണ് വാട്ട് ഇസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, വാട്ട് ഇസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഇപ്പൊ രണ്ടൊന്ന് ക്ലാസ് ഒക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് എവറിത്തിങ് ഡീലിംഗ് വിത്ത് ഹ്യൂമൻ. ഹ്യൂമൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ഫാക്ടേഴ്സ് ആണ്. ഏതെല്ലാമാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൈസ്. ഇതില് ലാൻഡ് പറയുമ്പോൾ റെഫേഴ്സ് ടു നാച്ചുറൽ റിസോഴ്സ് ആണ്. മിനറൽസ്, ഫോറസ്റ്റ്, വാട്ടർ എക്സെട്ര വരും. പിന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മെഷീനറീസ്, ടൂൾസ്, ഫിസിക്കൽ അസറ്റ്സിനെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട അസറ്റ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്റർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ഫാക്ടേഴ്സിനെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റർപ്രണർഷിപ്പിൽ വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ ആണ്. സോ ഈ ലേബർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഒരു എന്റർപ്രൈസിനെ സംബന്ധിച്ച് ഒരു ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സുകളെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. Every organization is what is important factor is human. ഹ്യൂമൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും എങ്ങനെയാണ്? സ്കേഴ്സ് ആണ്. ബാക്കി എല്ലാ റിസോഴ്സും നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഹ്യൂമൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. എന്താ പറയാ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഡിഫറെന്റ് ബിഹേവിയർ ആയിരിക്കും, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും. അതേപോലെ ഇൻഡിവിജ്വൽസ് എല്ലാവരും ഡിഫറെന്റ് ആണ്. സോ ഈ ഇൻഡിവിജ്വൽസിനെ എല്ലാം മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻസ് ഒക്കെ എന്താണ്? സ്കേഴ്സ് ആണ്. സോ ഇവര് എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള പീപ്പിൾസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് അവരെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷൻ എങ്ങനെ സക്സസ് അച്ചീവ് ചെയ്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. If the employee of an organization is good, employees are working as well as നല്ല രീതിയിലാണ് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യും. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ടുവേഴ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് എന്താ പറയാ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്താ ചെയ്യേണ്ടത്? ഹ്യൂമൻ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഗോൾസ് എന്താണ്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഹ്യൂമനെയും ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനെയും ഒരുമിച്ച് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹ്യൂമൻ റിസോഴ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ വിചാരിക്കും ചെറിയ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷനോ മാത്രമേ ഉള്ളൂ ഈ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അല്ല,
ചെറിയ ഓർഗനൈസേഷൻസ് മുതൽ വലിയ ഓർഗനൈസേഷൻസ് വരെയും നമുക്ക് എന്തുണ്ട്, ഈ HR മാനേജ്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പോൾ സ്മോൾ ഓർഗനൈസേഷൻ ആവട്ടെ, ലാർജ് ഓർഗനൈസേഷൻ ആവട്ടെ, MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഗ്ലോബൽ എന്റർപ്രൈസ് ആരാകട്ടെ, എല്ലായിടത്തും എന്തുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്. So, human resource management is the function of the business organization. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഓവറോൾ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആരെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ മെയിൻ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സിലെ ആരെ ഡീൽ ചെയ്യുന്നത്, പീപ്പിൾസിനെ ആണ്. അത് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവരായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത്. അവർക്ക് പ്രോപ്പർ ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം. കോമ്പൻസേഷൻ പറഞ്ഞാൽ അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് നമ്മൾ ഇക്വലന്റ് ആയിട്ടുള്ള വേജ്, സാലറി എന്താന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുക്കണം. ഡെവലപ്മെന്റ് നോക്കണം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കണം. ദെൻ അതേപോലെ അവർ അപ്പോയിന്റ് ചെയ്യണം. ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്ന ആളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മീനിങ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. Human resource management meaning can be defined as planning, organizing, directing, compensation, development, integration and maintenance, etc. ഇതെല്ലാം എന്താണ്, പ്ലാൻ ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക. നമുക്കറിയാം മാനേജ്മെന്റിന്റെ പ്രോസസ്സുകളാണ് എല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഹ്യൂമൻ റിസോഴ്സിനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണം. ഓരോ എംപ്ലോയീസും എന്ത് വർക്കാണ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട റിസോഴ്സ് ഓർഗനൈസ് ചെയ്യാം, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുക. ഇനി ഇവരെല്ലാവരും ചെയ്യുന്ന വർക്ക് പ്രോപ്പർ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നോക്കുക, കൺട്രോൾ ചെയ്യാം. ഇനി പ്രോപ്പർ ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കുക, ഡെവലപ്മെന്റ്, അവരുടെ വർക്കുകളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നതാണ്. ഓഫൻ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഓർഡർ ടു അച്ചീവ്, എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനുള്ള ഈ കാര്യങ്ങളും ഈ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഡയറക്ട് ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർ ഇത്രയും യൂണിറ്റ്സ് അച്ചീവ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും. അപ്പൊ അതായിരിക്കും ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്. ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്തായിരിക്കും, നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസിന് പ്രോപ്പർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഓർ കോമ്പൻസേഷൻ നമുക്ക് കിട്ടണം എന്നായിരിക്കും നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഒരു കമ്പനിയോ അല്ലെങ്കിൽ സ്ഥാപനമാണെങ്കിൽ അവിടെ ഉള്ള കമ്പനിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള ആളുകളുടെ ഫലപ്രദമായിട്ടുള്ള ഒരു യൂട്ടിലൈസേഷൻ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്ത് HR മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് മൂവ് ആവുകയാണെങ്കിൽ HR മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ദ പീപ്പിൾസ്, നമ്മുടെ ഓർഗനൈസേഷനിലെ വ്യക്തികളെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാന്നാണ് എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പറയുന്നത്. എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, ഓരോ വ്യക്തിയും എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്ത് വർക്കാണ്, എന്ത് ടാസ്ക് ആണ് അസൈൻ ചെയ്യുന്നത്, അവരത് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഈ വാലിഡേഷൻസ്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് പറയുന്നു, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ഓർഗനൈസേഷണൽ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെന്ത് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യുന്നു. ഇതെല്ലാം എവിടെ വരുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നതാണ്. HR management is a strategic approach to effective management of the people in a company or organization such that they help their business gain competitive advantages. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. നമുക്കറിയാലോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കേഴ്സ് ആണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മളെ സംബന്ധിച്ച് എന്താണ്,
എന്താ പറയാ ഭയങ്കര സ്കേഴ്സ് ആണ്. സോ നമ്മുടെ ഈ എംപ്ലോയീസിനെ നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറഞ്ഞ എയിംസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ള എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് റിസോഴ്സ് ആണ്. സോ നമ്മളത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It is designed to maximum employee performance in the service of an employer's strategic objectives. നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എംപ്ലോയറുടെ സ്റ്റാറ്റിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയീസിന്റെ മാക്സിമം പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം അവരുടെ പെർഫോമൻസ് എടുക്കണം. ഓക്കെ, സ്കോപ്പ് ഓഫ് ഹ്യൂമൻ HR ഈസ് വെരി വൈഡ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന്റെ സ്കോപ്പ് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിട്ട് വരും. ഓക്കെ, ഫസ്റ്റ് തുടങ്ങുക പേഴ്സണൽ ആക്സെപ്റ്റിംഗ് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ കൺസേൺ വിത്ത് മാൻ പവർ പ്ലാനിങ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ എന്തോരം ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട്, എന്തെല്ലാം വർക്ക് അവർക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, റിക്രൂട്ട് ചെയ്യുക. ആ ജോബ് ഓപ്പർച്യൂണിറ്റി, ഇന്നൊരു വേക്കൻസി ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ, ഇന്നൊരു വേക്കൻസി ഉണ്ട് ഓർഗനൈസേഷനിൽ, ഇന്നൊരു പോസ്റ്റിലേക്ക് ഇന്നൊരു വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ എന്താ പറയാ, നമ്മൾ കാൻഡിഡേറ്റ്സിനെ അറിയിക്കണം. അതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ റൈറ്റ് പൊസിഷനിലേക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ പ്ലേസ്മെന്റ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയിനെ നമ്മുടെ സ്ഥാപനത്തിൽ പ്ലേസ് ചെയ്യുന്നു. അതിൽ നമ്മുടെ പ്ലേസ്മെന്റ് വരും. ദെൻ ട്രാൻസ്ഫർ വരും. ഒരു എംപ്ലോയിനെ ചിലപ്പോൾ ഹയർ പൊസിഷനിലേക്ക് മാറ്റുന്നു. അതേപോലെ തന്നെ ട്രാൻസ്ഫറിൽ തന്നെ വരുന്ന സെയിം ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. പ്രൊമോഷൻസ് കൊടുക്കുന്നു. ഈ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും എബിലിറ്റിയും കപ്പാസിറ്റിയും അനുസരിച്ച് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് അവര് എന്ത് ചെയ്യുന്നു, സ്ഥാനത്തേക്ക് ചെയ്യുന്നു. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് വരാണെങ്കിൽ അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മളൊരു 1 മന്തോളം നമുക്ക് ട്രെയിനിങ് പോലെ നമുക്ക് എന്ത് ചെയ്യും, സർവീസ് ട്രെയിനിങ് തരാറുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കാറുണ്ട്. layoffs and retrenchment, remuneration, incentives and productivity. Then നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് remuneration and incentives നെ കുറിച്ചിട്ട്. നമ്മളിപ്പോ remuneration നമ്മളെ സാലറി പേജ് അതായിരിക്കും, ഡെയിലി പേ, ബേസിക് പേ ആയിരിക്കും വരുന്നത്. ഇൻസെന്റീവിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിയർനെസ് അലവൻസ്, എന്താ പറയാ ഹൗസ് റെന്റ് അലവൻസ്, EPF, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെ ഇൻസെന്റീവ്സ് എന്തൊക്കെയുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കൊടുത്ത് നല്ലൊരു എംപ്ലോയിനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലാസ്റ്റ് എന്താ വരുന്നത്, പ്രൊഡക്ടിവിറ്റി ആണ് വരുന്നത്. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് വരുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് HR മാനേജ്മെന്റ്. HR മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഓഫ് എന്താണ് പീപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഹ്യൂമൻ ബീങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്കുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു മെഷീൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ മണി ആവട്ടെ, നമുക്കത് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ബാക്കിയുള്ള ഫാക്ടേഴ്സ് നമുക്ക് ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമൻ ബീങ്സിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരു ടാസ്ക് ആണ്. അപ്പൊ ആ ഒരു ടാസ്ക് ആണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനെ ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യേണ്ടത്. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. പല ക്യാരക്ടർ, പല ബാക്ക്ഗ്രൗണ്ട്, പല ലൈഫ് സ്റ്റൈൽ, പല റിലീജിയൻസ്, നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയും. അപ്പൊ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ക്യാരക്ടർ ആണ്. നമ്മൾ ഈ ഇൻഡിവിജ്വൽസിനെ എല്ലാവരെയും പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു മാനേജ്മെന്റ് പ്രോസസ്സിനെയാണ് നമ്മൾ മൊത്തമായിട്ട് പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ
നമ്മള് കൺസെപ്റ്റ് പറഞ്ഞു, ദെൻ സ്കോപ്പും പറഞ്ഞു. ഈ ഒരു പോർഷൻ എന്താണ് മീനിങ്, ദെൻ കൺസെപ്റ്റ്, സ്കോപ്പ്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. ഓക്കെ, റിട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനേഷൻ ആണ്. നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ എംപ്ലോയി വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല അവർ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ ടെർമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ പിരിച്ചുവിടും. ഓക്കെ, ഓക്കെ, എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ നമ്മളെ പരിചയമൊന്നും വിട്ടില്ല അല്ലെ, നേരെ വന്ന് ക്ലാസ് എടുക്കാൻ ചെയ്തല്ലേ. അക്ഷയ ഡൗട്ട് ഉണ്ടാടാ? നോക്കാട്ടാ, നമ്മള് നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ നമ്മളിപ്പോ കാണുന്ന ഈ ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു ഫസ്റ്റ് മോഡലായിട്ട് നമ്മൾ കാണുന്നത്, ആണോ? അല്ല, ഇതിക്ക് മുമ്പ് ഒരുപാട് മോഡൽസിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെറൈവ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞില്ലേ, കമ്പ്യൂട്ടർ ഒത്തിരി മോഡൽസ് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മള് ഈ ഒരു മോഡൽ എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. വെച്ചാല് നമ്മളിപ്പോ വിചാരിക്കും, ഇപ്പൊ കുറച്ച് നാളായിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഈ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളത്. ഒരു 2010 കഴിഞ്ഞതിന് ശേഷമാണ് ഹ്യൂമൻ റിസോഴ്സിൽ കുറച്ചും കൂടി ഡെവലപ്മെന്റ് വന്നു തുടങ്ങിയത്. HR ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഏകദേശം എല്ലാ ഓർഗനൈസേഷനുകളും വന്നു തുടങ്ങിയത്. പക്ഷേ ഇതിന് മുമ്പേ ഈ മോഡൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു തിയറിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരുപാട് മോഡൽസ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാമാണ് അവർ പറഞ്ഞിട്ടുള്ള മോഡൽസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോ
ഒത്തിരി ടൈം ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് വന്നിട്ട് അധികം നാളായിട്ടില്ല. നമുക്കറിയാം എനിക്ക് തോന്നുന്നു 1984 ശേഷമാണ് ഈ മോഡൽസ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മോഡൽസ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 4 മോഡൽസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഹോംബർട്ട് മോഡൽ, ഹർഡ്വേർഡ് മോഡൽ, ഗസ്റ്റ് മോഡൽ, ബാർവിക് മോഡൽ. ഓക്കെ, 4 മോഡൽസ് പറയുന്നത്. ഏറ്റവും പഴക്കമുള്ളത്, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഏത്, ഹോംബർട്ട് മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ 4 കമ്പോണൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്, സെലക്ഷൻ, ദെൻ അപ്രൈസൽ, അവരുടെ എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് അവരെ എന്ത് ചെയ്യാം, അപ്രൈസ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ആ വ്യക്തിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് കൊടുക്കുക, അവരെ വിലയിരുത്തുക, അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, പെർഫോമൻസ് ഇവാലുവേഷൻ. ദെൻ ഈ പെർഫോമൻസ് ഇനി എന്തെങ്കിലും ഡെവലപ്മെന്റോ ട്രെയിനിങ്ങോ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ട്രെയിനിങ്ങോ ഡെവലപ്മെന്റോ പ്രൊവൈഡ് ചെയ്യാം. ദെൻ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക, റിവാർഡ്. അപ്പോ ഹോം റൺ മോഡലിൽ 4 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. എന്തെല്ലാമാണ് 4 ഫാക്ടേഴ്സ്? സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്. 4 ഫാക്ടേഴ്സ് പറഞ്ഞു. സെലക്ഷൻ എന്താണ്, റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ അല്ലെങ്കിൽ റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിനെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. അപ്രൈസിൽ പറഞ്ഞത് ഇവാലുവേഷൻ ആയിരുന്നു. നമ്മൾ ആ ഒരു വ്യക്തി ചെയ്യുന്ന വർക്കിൽ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക. അവർ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണോ അവര് വർക്ക് ചെയ്യുന്നത്, അപ്പോ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുകയാണ് അപ്രൈസലിൽ വരുന്നത്. ദെൻ ഡെവലപ്മെന്റ് ആണ്. ഒരു വ്യക്തി നമ്മൾ ആ ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെന്റും പ്രൊവൈഡ് ചെയ്യുക. ആ വ്യക്തി ചിലപ്പോൾ ആ ഒരു ജോബ് 10 ടൈം ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുക, ആ വ്യക്തിക്ക് കൊടുക്കുക. ഇനി നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും എന്ത് കൊടുക്കണം, റിവാർഡ് കൊടുക്കണം. സാലറി ഓർ വേജ് ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ ചിലപ്പോ അല്ലാത്ത ഇൻസെന്റീവ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ 4 ഫാക്ടേഴ്സ് ആണ് ഹോം റൺ മോഡലിൽ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ എല്ലാം നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷന് സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഹോം റൺ മോഡലിൽ പറയുന്നത്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ആണ് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് 4 ഫാക്ടേഴ്സ്. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. The 4 functions are selection, appraisal, development and reward. These 4 constituent components of HRM are expected to contribute organizational effectiveness. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 4 ഫങ്ഷൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞത്, കമ്പോണൻസിനെ കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞത്? ഇതിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയീസിന് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അവർക്ക് വേണ്ട ഡെവലപ്മെന്റും റിവാർഡും പ്രൊവൈഡ് ചെയ്താണ് നമ്മൾ അവരെ എന്ത് ചെയ്തത്, ട്രെയിൻ ചെയ്തത്. ഓക്കെ, ഹോം റൺ മോഡലാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മോഡല്. 1984 അത് ഡെവലപ്പ് ചെയ്തത്. സോ ആ കാര്യങ്ങൾ ഏറ്റവും ഏർലിയസ്റ്റ് മോഡലാണ് എഴുതാം. 4 ഫാക്ടേഴ്സിന്റെ കാര്യങ്ങൾ എഴുതാം. ദെൻ പിന്നെന്താണ്, 1984 അത് ഡെവലപ്പ് ചെയ്തതെന്ന് പറയാം. ഓക്കെ, ഇനി ഹർഡ്വേർഡ് മോഡലാണ്. ഹർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു മോഡല് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതില് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് ഹർഡ്വേർഡ് മോഡൽ ഡിസ്കസ് ചെയ്യുന്നത്. 5 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വരുന്ന സിറ്റുവേഷണൽ ഫാക്ടർ ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് സിറ്റുവേഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള എൻവയോൺമെന്റ്, ഇന്റേണൽ എൻവയോൺമെന്റും വരും, ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും വരും, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്തുള്ള ഫാക്ടേഴ്സും വരും. ഇന്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ആ ഒരു നല്ല രീതിയിലുള്ള മാനേജ്മെന്റ്. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, നമുക്ക് പറഞ്ഞു നോക്കാം. എംപ്ലോയീസ് വരും. സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ എംപ്ലോയീസ് വരുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓണേഴ്സ് വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ അഫക്ട് ചെയ്യുന്ന ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ
നമ്മുടെ എല്ലാവരും എന്തിൽ വരുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി HR പോളിസീസ്, നമ്മൾ ഏത് ടൈപ്പ് പോളിസിയാണ്, HR പോളിസിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. HR ഔട്ട്കംസ്, നമ്മൾ ഈ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് വന്നാലും നമുക്കൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ റിസൾട്ട് എന്താണ്, നമ്മളിപ്പോ ഒരു നല്ല രീതിയിൽ HR പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ റിസൾട്ട് എന്താണ്, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം. ഈ ലോങ് ടൈം കോൺസിക്വൻസ്, ഇനി നമ്മൾ ഈ HR നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന റിസൾട്ട് ലോങ് ടൈമിൽ അതിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, എന്തെല്ലാം രീതിയിലാണ് ലോങ് ടൈം ഫ്യൂച്ചറിലേക്ക് അത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഹെഡ്വേർഡ് മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. One of the most significant and most influential model of HRM, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടും ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടാണ് നമ്മൾ ഹെഡ്വേർഡ് മോഡലിനെ പറയുന്നത്. ഹെഡ്വേർഡ് മോഡൽ വാസ് initially developed by several experts led by Michael Burr in 1984 at Harvard University. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് പഠിക്കാം, ഹെഡ്വേർഡ് യൂണിവേഴ്സിറ്റി. ആരാണ് അത് ലീഡ് ചെയ്തത്, ലീഡ് ബൈ മൈക്കൽ ബിയർ. ആ ഇയർ കൂടി നോക്കാം കേട്ടോ, 1984 അത് പറഞ്ഞത്. വേറൊരു കാര്യം കൂടി ഞാൻ 1984 പറഞ്ഞാലോ, ഏത് മോഡലായിരുന്നു 1984? ഓക്കെ, കോംബ്രഡ് മോഡൽ ആയിരുന്നു, അതും 1984 തന്നെയാണ്. നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടില്ല എന്നുള്ളൂ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, the Hardware model is operating with 5 significant components. 5 significant ആയിട്ടുള്ള കമ്പോണൻസിനെയാണ് ഇതിൽ പറയുന്നത്, ഹെഡ്വേർഡ് മോഡലിൽ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് സിറ്റുവേഷണൽ ഫാക്ടർ ആണ്. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്, സിറ്റുവേഷണൽ ഫാക്ടർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. then HRM policies, HRM outcome and long term consequences. ഇത്രയും കാര്യങ്ങളാണ് ഏത് മോഡലിൽ വരുന്ന, ഹെഡ്വേർഡ് മോഡലിൽ പറയുന്നത്. ഇതെല്ലാം നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് ആണ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ഇവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സിറ്റുവേഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 2 ഫാക്ടേഴ്സ് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്ന് ഇന്റേണൽ ഫാക്ടറും ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടറിനെയും ഇന്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ലേബർ യൂണിയൻ, ട്രേഡ് യൂണിയൻസ്, എംപ്ലോയീസ്, മാനേജേഴ്സ്, അങ്ങനെ അതിലേക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പോളിസീസ്, റെഗുലേഷൻസ്, കാര്യങ്ങളെല്ലാം. ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, നമ്മളുടെ ഓണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിരിക്കാം, പിന്നെ ഗവൺമെന്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്ന് പറയാം. അവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി HRM പോളിസീസ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് പോളിസിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മൂലം നമ്മൾ എന്ത് ഔട്ട്കം ആണ് പ്രതീക്ഷിക്കുന്നത്, എന്ത് റിസൾട്ട് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ കാര്യങ്ങളെല്ലാം ലോങ് റണ്ണിലേക്ക് അല്ലെങ്കിൽ ലോങ് ടൈമില് എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്നത്, ഇതാണ് നമ്മളുടെ ഹെഡ്വേർഡ് മോഡൽ ഡിസ്കസ് ചെയ്യുന്നത്. The Hardware model is operating with 5 significant components: situational factors, stakeholders' interest, HRM policy, HRM outcome, and long-term consequence. The organization is set out to accomplish. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട്. കോംപ്ലന്റ് മോഡലിനെക്കാളും കുറച്ചും കൂടി ടഫ് ആണ് ഹെഡ്വേർഡ് മോഡൽ എന്ന് പറയുന്നത്. ഹെഡ്വേർഡ് മോഡൽ എന്ന് പറയുന്നത് ഈ മോഡൽസ് മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഈ ചാപ്റ്ററിൽ ടഫ് ആയിട്ടുള്ളൂ. കാരണം അവരെ പറഞ്ഞ് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ടെസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് പാടാണ് ഇത് മനസ്സിലാക്കാനായിട്ട്. ഈ 2 മോഡലും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ ആണ്, ഫുൾ ആ ഡെഫിനിഷൻ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ.
ഓക്കേടാ, നമ്മൾ പറഞ്ഞ സിഗ്നിഫിക്കന്റ് കമ്പോണൻസിന്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു. ഏതാണ്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ഓർഗനൈസേഷന്റെ അകത്തും ഉള്ളവരും അതേപോലെ തന്നെ പുറത്തുള്ള ഫാക്ടേഴ്സ്. ഇനി ദെൻ ഞാൻ പറഞ്ഞത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മളുടെ ഓണേഴ്സ് ആണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോ അവരാണ് നമ്മൾ എന്ത് പറയുന്നത്, അവരുടെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഓണേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഉദ്ദേശിക്കാം. പിന്നെ നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഓണേഴ്സ് കൂടാണ്ട് നമ്മുടെ സ്ഥാപനത്തിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി വരും. നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി വരുന്നുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സെയിം ഓണേഴ്സ് ആണ്. ഓക്കെ, പിന്നെ HR പോളിസിയും HR ഔട്ട്കം, ലോങ് ടൈം കോൺസിക്വൻസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾ പറഞ്ഞില്ലേ ഷെയർ ഹോൾഡേഴ്സ് തന്നെയല്ലേ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ നമ്മള് സെയിം ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും. ഇന്റേണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അവിടുത്തെ ആരാവാം, നമ്മളുടെ ഓണർ ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, മാനേജേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരാം, എംപ്ലോയീസ് വരാം. എക്സ്റ്റേണലിൽ നിന്ന് വരാണെങ്കിൽ നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത്. അതിൽ വരാണെങ്കിൽ സപ്ലയേഴ്സ്, സൊസൈറ്റി, ഗവൺമെന്റ്, നമ്മുടെ ഏത് സൊസൈറ്റിയിലാണ്, ഏതൊരു സൊസൈറ്റിയിലാണ് നമ്മളുടെ ബിസിനസ് ഉള്ളത്. ദെൻ ക്രെഡിറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ദെൻ കസ്റ്റമേഴ്സ്. ഇത്രയും ആൾക്കാര് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരും. നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. ഇവരെല്ലാവരുടെയും ഇൻട്രസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രോപ്പർ ആയിട്ടുള്ള HR പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഡെഫിനിഷൻ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സും നമ്മൾ ആ വേർഡ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കും സെയിം ആണെന്ന്. പക്ഷെ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. അതിൽ ഇൻവെസ്റ്റേഴ്സ്, ഓണേഴ്സ് വരുന്നുണ്ട്, എംപ്ലോയീസ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, സപ്ലയേഴ്സ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്, ഗവൺമെന്റ്, ട്രേഡ് അസോസിയേഷൻസ്, എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച്, ട്രേഡ് യൂണിയൻസ്, എല്ലാവരും കൂടി ഒരുമിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ അല്ലേ? റീഡ് ചെയ്ത് നോക്കിട്ട് രണ്ട് മോഡൽസ് ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. നോക്കിയോ? ഓക്കെ, നമ്മള് നെക്സ്റ്റ് മോഡലിലേക്ക് മൂവ് ആവുകയാണ്. ഈ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് മോഡലാണ്. ഓക്കെ, ഗസ്റ്റ് മോഡൽ. ഡേവിഡ് ഗസ്റ്റ് ആണ് ഈ മോഡൽ 1997 എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ഡേവിഡിന്റെ പേര്
ഡേവിഡ് ഗസ് ആയതുകൊണ്ടാണ് നമുക്ക് ആ മോഡലിന് ഗസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഈ HR ഹ്യൂമൻ റിസോഴ്സിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്പെഷ്യൽ സ്ട്രാറ്റജീസ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ ഈ സ്ട്രാറ്റജീസ് ഉണ്ട് സം അസംഷന്റെ ബേസിലാണ് ഈ മോഡൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെറൈവ് ചെയ്തിരിക്കുന്നത്. സം അസംഷൻസ്, നമ്മുടെ ഊഹങ്ങള്, കുറച്ച് എന്താ പറയാ ഊഹങ്ങളുടെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ മോഡൽ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫലം ലഭിക്കും, അല്ലെ? അപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഹ്യൂമൻ റിസോഴ്സിന്റെ ബിഹേവിയറിനെ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, പെരുമാറ്റത്തെ നല്ല രീതിയിൽ ബിഹേവിയറിനെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും അവർക്ക് അതിൻ്റെതായ നല്ല അവരുടെ എല്ലാവരുടെയും ബിഹേവിയർ എന്തിലേക്ക് ആക്കാം, അല്ലെങ്കിൽ അവരെല്ലാവരുടെയും ഒബ്ജക്റ്റീവ്സ്, ഓരോ വ്യക്തിക്കും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ഓരോ ബിഹേവിയർ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് വരാണെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ എന്താണ് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മളിപ്പോ നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ജോബില് ഒന്നില്ലെങ്കിൽ പ്രമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ കോഴ്സ് എടുക്കുക. അല്ലാതെ ചിലപ്പോൾ ഒരു ജോബിന് അഡീഷണൽ ഒരു സർട്ടിഫിക്കറ്റും കൂടി ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ജോബിൽ കുറച്ചുകൂടി ഹയർ പൊസിഷൻ കിട്ടും. അങ്ങനെ ഒരു എയിമോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് എടുത്തത്. അതേപോലെ തന്നെ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് നോക്കുന്നത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്, അല്ലെ? നമ്മൾക്ക് നമ്മുടെ നീഡ്സ്, അതായത് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവിടുന്ന് എന്ത് കിട്ടുന്നുണ്ടോ, ഫണ്ട് കിട്ടുന്നുണ്ടോ, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള സാലറി ഉണ്ടോ എന്നുള്ളൊരു എയിമോട് കൂടിയാണ് നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നത്. ഇൻഡിവിജ്വൽസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനെ കമ്പൈൻ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്താ പറയാ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിന് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റിവാർഡ്, ഫിനാൻഷ്യൽ റിവാർഡ് ആവട്ടെ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വേജും സാലറിയും എന്തോ അവിടെ കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനു കൊടുക്കണം, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിന് കൊടുക്കണം. അപ്പോ നമ്മൾ ഈ മോഡലിൽ പറയുന്നത്, നമ്മൾ കുറച്ച് അസംഷന്റെ ബേസിലാണ് ഈ മോഡൽ നമ്മൾ പറയുന്നത്. നല്ല രീതിയിൽ നല്ല സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ആ എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുത്താണ്. അവർക്ക് നല്ല രീതിയിൽ പ്രാക്ടീസും ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ റിസൾട്ട് നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസിലേക്ക് എത്തും. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. ഗസ്റ്റ് മോഡൽ സിമ്പിൾ ആണ് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ഓരോ എന്താ പറയാ ഓരോ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ഏൺ ചെയ്യാനായിട്ട്, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിഹേവിയർ പെർഫോമൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഓർഗനൈസേഷൻ ചെല്ലുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. പക്ഷെ അത് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ എഫേർട്ട്, മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏതിൽ വരുന്നത്, ഗസ്റ്റ് മോഡൽ വരുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിന് കൊടുക്കണം. അത് ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ബിഹേവിയർ മാറ്റത്തെയാണ് നമ്മൾ ഈ ഒരു മോഡലിൽ പറയുന്നത്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോഴും നമ്മളുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ആ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സിന് കൊടുക്കുകയും ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമുക്ക് 100% എഫേർട്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനും പറ്റണം. സോ ഈ മോഡല് ഡിസ്കസ് ചെയ്യുന്നത് അതാണ്. അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ റിവാർഡ്സ് നമുക്ക് കിട്ടും. ഈ ഫിനാൻഷ്യൽ റിവാർഡ് നമുക്ക് അറിയാൻ പറ്റും സാലറി, വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ടെസ്റ്റിലുള്ളത് ഡിസ്കസ് ചെയ്യാം.
This model was developed by David Gust in 1997 ലാണ് ഈ മോഡൽ ഡിറൈവ് ചെയ്തത്. This model is emphasized on the assumption that HR has been specific strategies to begin with, which demand certain practice, and when executed will be result is outcome. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HR കുറച്ച് അസംഷൻസിന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ബിഗിൻ ചെയ്തിരിക്കുന്നത്. HR മാനേജ്മെന്റിന് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ സെയിൽസ് മാനേജറോ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഡക്ഷൻ മാനേജേഴ്സിനൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഗുഡ്സിനെയും കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ HR മാനേജ്മെന്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഓരോ ഇൻഡിവിജ്വൽസിനും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ചില ഇൻഡിവിജ്വൽസിന് നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ ഒന്ന് ലീഡ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യും. ചില ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ നമ്മൾ ഇൻസെന്റീവ്സ് കൂട്ടിക്കൊടുക്കാം. അവർക്ക് എന്ത് കൊടുക്കുക, ഇൻസെന്റീവ്സ്. നിങ്ങൾ 3 യൂണിറ്റ്സ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ എക്സ്ട്രാ യൂണിറ്റ് അല്ലെങ്കിൽ ഓവർ ടൈമിന് ഡബിൾ സാലറി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ചിലവരാണെങ്കിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് എന്താ പറയാ എംപ്ലോയി ഓഫ് ദ മന്ത്, IT സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ട്. എന്താണ് എംപ്ലോയി ഓഫ് ദ മന്ത് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ എംപ്ലോയീസിന്റെ ഇടയിൽ ആ ഒരു കുറച്ച് സമയത്തേക്കാണെങ്കിലും ഫസ്റ്റ് എന്താ പറയാ ഒരു എക്സ്ട്രീം ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് കുറച്ച് നേരത്തേക്കാണെങ്കിലും എന്താ പറയാ കൂടിയതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനും അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഏതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും HR മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് നോക്കിയിട്ട് വേണം അത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഔട്ട്കം അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്താണ്, നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം മാർഗങ്ങൾ, ഏതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, this model emphasizes on the assumption that the HR manager has specific strategies to begin with, which demands certain practice, and when executed will result in outcome. അപ്പൊ അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് അച്ചീവ് ചെയ്യാം. These outcome include behavioral performance related and financial rewards. ഇത് ബിഹേവിയറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിവാർഡ് ആയിട്ട്. ഞാൻ പറഞ്ഞു ചില ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ അവരോടുള്ള അപ്രോച്ചുകൾ മാറ്റങ്ങൾ വരും. സോ അവരോടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഒന്ന് ലീഡൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ കൂടെ ഉണ്ട്, ഓക്കെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. ചില ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അവര് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ബീച്ച്, ഓവർ ടൈമിന് എക്സ്ട്രാ എമൗണ്ട്, പിന്നെ റിവാർഡ് ബോണസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. കുറച്ച് ഫിനാൻഷ്യൽ റിവാർഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ ഒരു കാറ്റഗറീസ് ഓഫ് പീപ്പിൾസ് ഉണ്ട്, അവർക്ക് നമ്മൾ എന്താ പറയാ പൈസയും കൊണ്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല. അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ലീഡറൊക്കെ ആയിട്ട് നിന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ HR മാനേജർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയി ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യും. സോ അപ്പൊ അവർക്ക് അവരുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു എന്താ പറയുക ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ചുകൂടി ഇംപ്രഷൻ എല്ലാവർക്കും ഉണ്ടാവും, ഒരു റെസ്പെക്ട് കിട്ടും. സോ അതനുസരിച്ച് അവർ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വരണം. ഇതാണ് ഗസ്റ്റ് മോഡലിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് അസംഷനാണ്, നല്ല രീതിയിൽ റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള അസംഷനാണ്. അതേപോലെ കുറച്ച് സ്പെസിഫിക് സ്ട്രാറ്റജി, ഈ ഞാൻ പറഞ്ഞ 3 സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ചില ഓർഗനൈസേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, ചിലതിൽ ഇതേപോലത്തെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതാണ് ഗസ്റ്റ് മോഡൽ. Then next ആണ് Warwick model. Warwick model was being constructed by the researchers Chris Henry and Andrew M. Pettigrew at the University of Warwick. Warwick University ആണ് ഈ മോഡൽ ഡെറൈവ് ചെയ്തത്. ഇയർ 1990ലാണ്, ഇത് 90s ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെറൈവ് ചെയ്തിരിക്കുന്നത്. Developed from the Harvard model. ഇത് ഹാർഡ്വേർഡ് മോഡൽ ഉണ്ടല്ലോ, ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡെറൈവ് ചെയ്ത അതേ മോഡലൊക്കെ ആയിട്ട് എന്തുണ്ട് റിലേഷൻ ഉണ്ട്. ഓക്കെ, ഡെവലപ്പ് ഫ്രം ഹാർഡ്വേർഡ് മോഡൽ, the HRM framework represents an analytical approach to the HRM.
വെച്ചാൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ അനലിറ്റിക്കൽ ആയിട്ട് നല്ല രീതിയിൽ വിശകലനം ചെയ്ത് ഒരു അവരുടെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് അവരുടെ എയിമുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഓരോ ഹ്യൂമൻ റിസോഴ്സിനെയും ഇൻഡിവിജ്വലി നമ്മൾ അവരെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ എന്ത് ചെയ്തിരിക്കുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു മനസ്സിലാക്കി ആ ഒരു രീതിയിൽ വിശകലനം ചെയ്ത് അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡൽ ആണ് ഇത് വാർവിക് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്വേർഡ് മോഡലിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയാം വാർവിക് മോഡൽ. ഓക്കെ ഓക്കെ വാർവിക് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്വേർഡ് മോഡലിന്റെ അതേപോലെ തന്നെ ഡെറൈവ് ചെയ്തൊരു മോഡലാണ്. സെയിം പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഡെറൈവ് ചെയ്യുന്ന മോഡലാണ്. ഏതൊക്കെയാണ് ആ 5 സിഗ്നിഫിക്കന്റ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ കമ്പോണൻസ് എന്ന് പറഞ്ഞു? സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ HRM പോളിസി, HRM ഔട്ട്കം, ലോങ് ടൈം കോൺസിക്വൻസ്. ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ ഇതെല്ലാം ബേസിൽ തന്നെയാണ് വാർവിക് മോഡൽ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ HRM ഫ്രെയിംവർക്ക് റെപ്രസെന്റ് ഇതിൽ വരുന്ന വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലിറ്റിക്കൽ അപ്രോച്ച് ആണ്. ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യാണ്, വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ എന്ത് ചെയ്തിരിക്കുന്നത് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്യും. ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലിസ്റ്റ് പറഞ്ഞു, ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറഞ്ഞു, HRMന്റെ പോളിസീസ് വിശകലനം ചെയ്യണം, HRMന്റെ ഔട്ട്കം അവര് ഈ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് ഔട്ട്കം ആണ് വരുന്നതെന്ന് നോക്കും. അപ്പൊ ഓരോ HRMന്റെയും ഓരോ പോളിസീസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്തിട്ടാണ് ഏത് മോഡൽ വന്നിരിക്കുന്നത് വാർവിക് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ ഈ മോഡൽസ് മാത്രമേ ഈ ചാപ്റ്ററിൽ ഇത്തിരി ടഫ് ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഈസിയാണ്. കാരണം നമുക്കും അതെ ഇപ്പൊ ഇത്തിരി ടഫാണ്, കാരണം പഴയ മോഡൽസ് ആണ്. ഇത്തിരി ടഫാണ് ഈ പോർഷൻ. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഓക്കെ നമ്മളിപ്പോ 4 മോഡൽസിനെ ഒന്നും കൂടി എന്ത് ചെയ്യാണ് റൗണ്ട് ഓഫ് ചെയ്യാണ്. 4 മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫോം ബ്രണ്ട് മോഡലിൽ പറഞ്ഞത് ഒരു എന്താ പറയാ ഒരു എംപ്ലോയീസിന്റെ സെലക്ഷനും അപ്രൈസലും ഡെവലപ്മെന്റും റിവാർഡ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഹെഡ്വേർഡ് മോഡലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ഉണ്ട്. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ്, HRM പോളിസി, HRM ഔട്ട്കം, ലോങ് ടൈം കോൺസിക്വൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞത് ഗസ്റ്റ് മോഡലാണ്. ഗസ്റ്റ് മോഡലിൽ നമ്മൾ കുറച്ച് അസംഷന്റെയും കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസും എന്ത് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്ത് ചെയ്യാണ് അച്ചീവ് ചെയ്യാണ്. ദെൻ നമ്മൾ ഈ പറഞ്ഞ ഔട്ട്കമിൽ ബിഹേവിയർ പെർഫോമൻസ് വരാം, ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ വരാം, അതേപോലെ ഫിനാൻഷ്യൽ റിവാർഡ്സിൽ മാറ്റങ്ങൾ വരാം. നമ്മൾ ആ ഒരു വ്യക്തിനെ ഫിനാൻഷ്യൽ റിവാർഡ്സ് കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റിമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഓർ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞത് വാർവിക് മോഡൽ ആണ്. വാർവിക് മോഡൽ ആരാണ് ഡെവലപ്പ് ചെയ്ത റിസർച്ചേഴ്സിനെ നോക്കാം, ദെൻ ഏത് യൂണിവേഴ്സിറ്റി ആണ് നോക്കാം, ദെൻ ഏത് ഇയർ ആണ് നോക്കാം. ഓക്കെ ഈ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ കുറച്ചും കൂടി വിശകലനം ചെയ്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളത് അവരെ കുറച്ചും കൂടി വിശകലനം ചെയ്യാണ്. ഏത് ടൈപ്പ് അപ്രോച്ച് നമുക്ക് ഇതിനോട് സ്വീകരിക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരെ കുറിച്ച് പഠിച്ച് ആ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ എന്ത് ചെയ്തിരിക്കുന്നത് വിശകലനം ചെയ്യുക. അവർക്ക് ക്യാരക്ടർ പഠിച്ച് അത് എന്ത് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഹ്യൂമൻ റിസോഴ്സ് പോളിസിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ ഒരു മോഡലിൽ വരുന്നത് കേട്ടോ. ഓക്കെ ഈ 4 മോഡൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
റീഡ് ചെയ്ത് നോക്കിയാ? ഓക്കെ, എനിക്കറിയാം ടഫാണ്, ഇതിന് നല്ല ടഫാണ്. ഈ മോഡൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഈ മോഡൽസ് മാത്രം ഇത്തിരി ടഫാണ്. നമ്മള് കറക്റ്റ് ആയിട്ട് പറയണം. ഇവിടെ ഗസ്റ്റ് മോഡലിൽ വരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ആലോചിക്കുക. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽസിനും സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പോ ഒരു ഇൻഡിവിജ്വലിന് ചിലപ്പോൾ നമുക്ക് ഇൻസെന്റീവ്സ് കൂട്ടിയിട്ട്, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൂട്ടി, അല്ലെങ്കിൽ ഇതേപോലെ ഡബിൾ റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻവാസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ചില എംപ്ലോയീസിന് നമുക്ക് ഈ ജോബിന്റെ പൊസിഷൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ്, ചില ജോബ് ടൈറ്റിൽ ചേഞ്ച് ചെയ്യുന്നു, പ്രൊമോഷൻസ് കൊടുക്കുന്നു, അങ്ങനെ പറഞ്ഞ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. ചില എംപ്ലോയീസിന് നമുക്ക് കൂടെ നിന്ന് ലീഡ് ചെയ്തിട്ട് വേണമായിരിക്കും അവരെന്ത് ചെയ്യാനായിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഓരോ മോഡൽസിനും ഓരോ ഇൻഡിവിജ്വൽസിനും സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും HR മാനേജർ എടുക്കേണ്ടതായിട്ട് വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എടുക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം ഒരു അസംഷൻ ആണ്. നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ജോബിലെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ജോബിലെ ടൈറ്റിൽ ചേഞ്ച് വന്നാൽ അവർ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതെല്ലാം ഒരു അസംഷന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ്സ് എല്ലാവരും എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാം. ചിലപ്പോൾ അതിൽ വരുന്നത് ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാം. ഇത് കൂടാണ്ട് ആ എംപ്ലോയിയുടെ ബിഹേവിയറിലുള്ള മാറ്റം, അതേപോലെ ഫിനാൻഷ്യൽ റിവാർഡ്സിൽ വരുന്ന മാറ്റം ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു വ്യക്തി ഒട്ടും വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കര മടിയന്മാരാണ്, ലേസി ആയിട്ട് നടക്കുന്നത്, എക്സ്ട്രാ ടൈം എടുക്കുന്നു, പതുക്കെ സ്ലോ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ മന്ത്ലി വേജ് ആണ് അല്ലെങ്കിൽ ഡെയിലി വേജുകാരാണെന്ന് വിചാരിക്കും, ഒരു ദിവസം വർക്ക് ചെയ്താൽ 600 rupees കിട്ടാണ്. അപ്പൊ അവരെങ്ങനെയാണ് വെറുതെ ജോബ് ടൈമിൽ മാത്രം അവര് വർക്ക് ചെയ്യണ പോലെ ചെയ്യുള്ളൂ. പക്ഷേ ഡെയിലി വേജിന് പകരം നമ്മളത് പീസ് റേറ്റ് സിസ്റ്റം ആക്കി, ഇത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഇത്രയും റേറ്റ് എന്നാക്കുമ്പോൾ അവരെന്ത് ചെയ്യാൻ നോക്കും, അവരുടെ ടാർഗറ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാക്സിമം എന്തെടുക്കും, എഫേർട്ട് എടുക്കും. സോ ദാറ്റ്സ് സ്ട്രാറ്റജിക് സ്പെസിഫിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ചിലപ്പോൾ ഒരാൾ 200 യൂണിറ്റ്സ് ഒരു ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരാൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മള് വേജ് സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ നമ്മള് ഡെയിലി വേജ് സിസ്റ്റം ആണെങ്കിൽ 2 പേർക്കും എത്ര രൂപ കൊടുക്കും, 600 വീതം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, 5 per യൂണിറ്റ്, ഒരു യൂണിറ്റിന് 5 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരാൾക്ക് 1000 രൂപയും കിട്ടും, ഒരാൾക്ക് എത്ര കിട്ടുള്ളൂ, 500 രൂപയും കിട്ടുള്ളൂ. സോ ഈ ലേസി ആയിട്ടുള്ള മടിയനായിട്ടുള്ള ആളെ എന്ത് ചെയ്യാൻ നോക്കും, അതിനും കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലക്ഷ്യം, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമുക്ക് മാക്സിമം എന്ത് കിട്ടണം, റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മാക്സിമം അച്ചീവ് ചെയ്യണം, പ്രൊഡക്ഷൻ കൂട്ടണം. സോ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ സ്റ്റേജസ് അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. കുറച്ച് അസംഷൻ ആണത്. നമ്മൾ അവരെ ഇങ്ങനെ പീസ് റേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ കൂട്ടും എന്നുള്ളൊരു അസംഷന് പുറത്താണ് നമ്മൾ HR മാനേജേഴ്സ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ ആണത്? ഓക്കെ, ഞാൻ ക്ലാസ്സിലേക്ക് വന്നപ്പോ ജസ്റ്റ് ക്ലാസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുന്നത്, ആരെയും പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. എന്റെ പേര് അപർണ എന്നാണ്. ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് പറയണോണ്ട് സോറി. എന്റെ പേര് അപർണ എന്നാണ്. അപ്പോ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസങ്ങൾ മുതൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വന്നു തുടങ്ങും. നമുക്ക് ഫസ്റ്റ് വീക്ക് ചിലപ്പോൾ ഇതേ ടഫ് ആയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ മോഡൽസ് മാത്രമേ ഈ ചാപ്റ്ററിൽ ടഫ് ആയിട്ടുള്ളൂ. ഈ 4 മോഡൽസ് മാത്രമേ ടഫ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം ഈസി ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പോ ഈ 4 മോഡൽസിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എവിടെ നിന്ന് ചോദിക്കും എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 4 ഫംഗ്ഷൻസ്, കോംപ്ലന്റ് മോഡലിന്റെ ആണെങ്കിൽ 4 ഫംഗ്ഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഹെഡ്വേർഡ് മോഡലിന്റെ ആരാണ് ഡിറൈവ് ചെയ്തത്, ഏത് വർഷമാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് ചോദിക്കാം. 5 കമ്പോണൻസ് ചോദിക്കാം. അതേപോലെ ഗസ്റ്റ് മോഡൽ ആരാ ഡിറൈവ് ചെയ്തതെന്ന് ചോദിക്കാം.
ഈ വാർവിക് മോഡലിംഗ് ഏത് വർഷമാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണ്, ആരാണ് ഡിറൈവ് ചെയ്തത്, ഏത് റിസർച്ചേഴ്സ് ആണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ബാക്കി നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്താന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്കറിയാം ഈ മോഡൽസിൽ എന്തായാലും ഡൗട്ട് ഉണ്ടാവും. നിങ്ങളൊന്ന് നന്നായിട്ട് ഇരുന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി പറഞ്ഞിട്ട് നമ്മുടെ പോർഷനിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു ഓൾ.